ഇവാക്യുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സമയനഷ്ടം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണമായി ആരോപിക്കപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ DCC പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും അപാകതകൾ ഉണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അത് പരിഹരിക്കാത്തത് കൊണ്ടാണ് എമർജൻസി എക്സിറ്റുകൾ ഇല്ലായിരുന്നു. അതുൾപ്പെടെ ഒരു വാതിലിലൂടെ മാത്രമാണ് പുറത്തേക്ക് വരാൻ സാധിച്ചത്. ഇതുൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തെ വൈകി ഭാഗ്യവശാൽ കൂടുതൽ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതുമൂലം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ പോലും അതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അല്ല, DCC പ്രസിഡന്റ് നേരത്തെ ഉന്നയിച്ച വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടൽ നടത്തുകയല്ല വേണ്ടത്. ഒരു ദുരന്തം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലാണ്. ഇത് തുടക്കത്തിലാണ്. നിങ്ങൾ പറഞ്ഞ DCC പ്രസിഡന്റ് ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നതിന്റെ തൊട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആണെങ്കിൽ നമുക്ക് പറയാം. ഇതല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം കിട്ടിയാൽ അതെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയും ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തുകയും ചെയ്യുന്നത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടാനേ പാടില്ല. അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, പിന്നീട് നിങ്ങൾക്ക് അന്വേഷണം നടത്തുകയോ പോരായ്മ പറ്റുമോ ഇത്തരം വിഷയങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് വന്നുകൊണ്ട് ശ്രദ്ധയപ്പെടുന്നതിന് ഒന്നും പ്രശ്നമില്ല. അതൊക്കെ വളരെ പോസിറ്റീവായി സമീപനം സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് ഇവിടുത്തേത്. പക്ഷെ ഇതൊന്നും കാണാതെ തെറ്റായ വാദഗതികൾ ഉന്നയിക്കുക. ഇപ്പൊ എമർജൻസി എക്സിറ്റിന്റെ കാര്യം നിങ്ങൾ അവിടെ പോയി നോക്കിക്കോളൂ, നിങ്ങളുടെ ലേഖകന്മാർ പോയി നോക്കട്ടെ. ഈ പറഞ്ഞ ആക്ഷേപം അവിടെ നിലനിൽക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് പ്രിൻസിപ്പൽ ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവിടെ 3 എമർജൻസി വാതിലുകളുണ്ട്, അതെല്ലാം ഓപ്പൺ ആണ്. അവിടെ മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞു അവർ, നിങ്ങൾ പോയി നോക്കൂ, അവിടെ എവിടെയും പ്രതിസന്ധികൾ വന്നിട്ടില്ല. മാത്രമല്ല യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഒഴിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നിരവധി പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്തുമാത്രം കാര്യക്ഷമമായാണ് ആ ഹോസ്പിറ്റലിനകത്തെ അവിടുത്തെ പ്രൊഫസർമാരായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ വളണ്ടിയർമാരായാലും പൊതുപ്രവർത്തകരായാലും എല്ലാവരും ഇടപെട്ട് നിങ്ങൾ നോക്കൂ. ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ എല്ലാവരും ആംബുലൻസുമായി എത്തി, എന്താണ് ആവശ്യപ്പെട്ടത് അതെല്ലാം കൊണ്ടുകൊടുത്തു. ആ നിലയിലേക്ക് മാറ്റം വരുത്തിയില്ലേ? ഈ പറയുന്ന വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന ഉൾപ്പെടെ പോർട്ടബിൾ ആയിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് മാറ്റിയത്, എടുത്തു മാറ്റി കൊണ്ടുപോയതല്ല. അത് മാത്രമല്ല, ഓക്സിജൻ വേണ്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് മാറ്റിയത്. അതുകൊണ്ടാണ് ആരും മരണപ്പെടാതിരുന്നത്. അവിടെ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യത്തിൽ തന്നെ 151 പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് 114 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇപ്പൊ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനുള്ള സംവിധാനം ദ്രുതഗതിയിൽ ഉണ്ടാക്കി. മറ്റു 37 പേരെയാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. അതിൽ തന്നെ കൂടുതൽ ബീച്ച് ഹോസ്പിറ്റലിലാണ്, അവിടെ പ്രത്യേകമായി സംവിധാനം ഉണ്ടാക്കി. എങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെന്റും അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അവിടുത്തെ പ്രൊഫസർമാരും ഡോക്ടർമാരും എല്ലാം ഇടപെടേണ്ടത്? അവരെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയെല്ലാം പ്രവർത്തിച്ചില്ലേ? അതൊന്നും കാണാതെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ, ഗവൺമെന്റിനെതിരെ ഇതെല്ലാം തിരിച്ചുവിടാൻ കഴിയുമോ എന്ന് പറയുന്ന ആളുകളെടുത്ത് എന്തിനാണ് നമ്മൾ മുഖം കൊടുക്കേണ്ട കാര്യം? ഇതെല്ലാം തള്ളിക്കളിയാണ് വേണ്ടത്, അവജ്ഞതയോടെ തള്ളിക്കളിയാണ് വേണ്ടത്.